അസ്സലാമു എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് പരിപ്പ് വടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും 4 മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ്. മുമ്പൊക്കെ നമ്മൾ ചായക്കടയിൽ നിന്നോ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ചല്ലേ കഴിക്കാറ്. ഇപ്പം നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പരിപ്പ് വട ഉണ്ടാക്കാൻ 1/2 കിലോ വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ വടപ്പരിപ്പ് ആണ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ പരിപ്പാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഈ കടലപ്പരിപ്പ് കൊണ്ട് വട ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഈ വടപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി വട ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത്. ഈ പരിപ്പ് കഴുകിയതിന് ശേഷം ഇത് കുതിർത്തെടുക്കാനുള്ള വെള്ളം ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ച് ഓവർനൈറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലോണം കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് വെള്ളം വാർത്തെടുക്കണം. ഇത് കഴുകിയതിന് ശേഷം ഇതിലൊട്ടും വെള്ളമില്ലാതെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇതിനി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുക്കുന്നതിന് പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഈ പരിപ്പ് അരക്കുന്നതിൻ്റെ മുമ്പ് നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. പരിപ്പ് ഇനി കുറേശ്ശെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. ഈ പരിപ്പിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇതിങ്ങനെ അരച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കാൻ പറ്റുന്നൊരു പരുവത്തിൽ. ഇനി ബാക്കിയുള്ള പരിപ്പുകളും ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. പരിപ്പ് നമ്മളിപ്പോൾ വട ഉണ്ടാക്കാനുള്ളൊരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ 6 ചുവന്ന മുളകും ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകവും ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ തൊലി കളയാതെ കേട്ടോ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് 2 സവാള കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി 1 പിടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി മുറിച്ചത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വടയിലേക്ക് ചതച്ചിട്ട് കൊടുക്കരുത്, അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് പരിപ്പുകൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വടക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുകളും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ പരിപ്പുകൾ നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ ടേസ്റ്റിനൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാകും പരിപ്പ് വടക്ക്. ഇനി നമ്മൾ ചതക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വട കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തിരുമ്മി കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ സവാളയും പരിപ്പൊക്കെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ ഈ പരിപ്പ് വടക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. പരിപ്പ് വടക്കുള്ള കൂട്ടിപ്പോൾ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വടക്കൂട്ടിൻ്റെ ഒരു പരുവം നമുക്ക് വേണ്ടത് ഇത് ഉരുട്ടി ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ പൊടിയാതെ നിൽക്കണം. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ 2-3 ടീസ്പൂണ് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ പരിപ്പ് വടക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, എന്നാലും വലിയ വ്യത്യാസമില്ലാത്ത ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വടയുടെ വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കണം. ചെറിയ വടകൾ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിന് കൈയിനെ നടുവിൽ വെച്ച് മറ്റേ കൈവെള്ളം കൊണ്ട് അമർത്തി കൊടുക്കണം. നമുക്ക് വടയുടെ ഷേപ്പ് വേണ്ടത് ഇതിനെ നടുവിൽ ഇങ്ങനെ പൊങ്ങിയിട്ടും അറ്റം കനം കുറച്ചിട്ടുമാണ് വേണ്ടത്. പിന്നെ അത് നല്ല കനത്തിൽ ഉണ്ടാക്കരുതേ, അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വേവില്ല. ഈ ഷേപ്പിൽ വേണം പരിപ്പ് വട ഉണ്ടാക്കാൻ. ഇനി ബാക്കിയുള്ളതുകൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഈ വടകളൊക്കെ പൊരിച്ചെടുക്കണം. അതിനുള്ള എണ്ണ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കുന്നത്.
എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ വടകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവാതെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറും. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്, അപ്പോഴും പരിപ്പ് വടയിലൊക്കെ നല്ലോണം എണ്ണ പിടിക്കും. ഒന്നായതിനു ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് പൊരിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ഈ പരിപ്പ് വട ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഈ വടകൾ ഒന്നും പൊടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി മറ്റു വടകളും നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കണം. നമ്മളെടുത്ത 1/2 കിലോ പരിപ്പ് കൊണ്ട് ഇതുപോലത്തെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 35 വടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വടകൾ മുഴുവൻ നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ഷേപ്പിലും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.